സമയത്ത് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ലടാ. കാണണ്ട തന്നെയാ. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, എന്റെ മകനാണ് എനിക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് എനിക്ക് പാഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നിരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷമായി. അതെ, ഞാൻ നിങ്ങൾക്ക് ഒരു കഴിവേറിയ പരിചയപ്പെടുത്തരാം. ഈ പേര് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചേച്ചിക്ക് പീരീഡ്സ് ആണോ എന്ന് ചേച്ചിയുടെ മകൻ ചേച്ചിയുടെ മുഖം നോക്കിയിട്ട് കാര്യങ്ങൾ പറയാൻ അവൻ അത്രയും കഴിവുള്ളവനാണെങ്കിൽ അവൻ ഭയങ്കര കഴിവേറിയാണ്. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയെ. ഈ സ്ത്രീ ആരാണെന്താന്ന് നമുക്ക് അറിയില്ല. അതായത് എടാ, ഈ സ്ത്രീ ആരാണെന്ന് പറഞ്ഞാൽ നിനക്കറിയാം. ഓക്കെ, നീ ആരാണെന്ന് അറിയത്തില്ല, മരകൂടെ ഒരു ബിഗ് ബോസ് അങ്ങനത്തെ പരിപാടിയിൽ 4-5 ദിവസം പോയി കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കേരളത്തിലുള്ള അമ്മമാര് എല്ലാവരും കേൾക്കുന്നതായിട്ടുള്ള സംഗതിയാണ് കേൾക്കുന്നത്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. വന്നേ, നമുക്ക് നോക്കാം. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, എന്റെ മകനാണ് എനിക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് എനിക്ക് പാഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നിരുന്നത്. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്തിൽ കയറി വന്നോ? ഇല്ലല്ലോ. പിന്നെ ഉണ്ടാക്കാനാടാ നീ എന്റെ വീഡിയോയുടെ അടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ തോന്നിവാസം എഴുതിയിട്ടത്? സ്വന്തം അമ്മയ്ക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് മകൻ പേഡ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ള കാര്യം. എന്റെ ഭാര്യയ്ക്ക് ഞാൻ പേഡ് വാങ്ങി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ ആവശ്യങ്ങൾ പേഡ് വാങ്ങുന്ന സാഹചര്യത്തിൽ നിങ്ങളാണെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, നിങ്ങൾ ചിലപ്പോൾ വാങ്ങിച്ചു കൊടുത്തേക്കാം. എടേ, അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? നിന്റെ ഈ ഉമ്മാക്കി നിന്റെ വർത്തമാനം കേട്ടിട്ടൊന്നും അവരെ അതൊന്നും ബാധിക്കത്തില്ലടാ. മൈ അത്രയും കഴിവുള്ള മക്കളെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, കിട്ടിക്കോളൂ. ഓക്കെ, നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ. നിന്റെ ആ പേര് കണ്ടാലേ, പേര് കേട്ടാലേ അറിയാം നീ സംസ്കാരമില്ലാത്ത കുടുംബമാണെന്ന്. അങ്ങനെ കിടന്ന വൃത്തികെട്ട നാറി. നിന്റെ കുടുംബത്തിന്റെ അകത്തുള്ള മൊത്തം നിന്നെ സൂക്ഷിക്കണം. അതായത് നിന്റെ കുടുംബത്തിന്റെ അകത്തുള്ള സ്ത്രീകൾ ഇവനെ സൂക്ഷിക്കേണ്ടി വരും. കാരണം ഇവന്റെ മനോഭാവം മനസ്സിലാക്കണം. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. സ്വന്തം അമ്മയ്ക്ക് പേര് വാങ്ങിച്ചു കൊടുക്കുന്ന മകൻ അവൻ മാതൃകാപരമായിട്ടൊരു മകനാണ്. അത് മാത്രമല്ല, പീരീഡ്സ് ആവുന്ന സമയത്ത് എന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ട് അവന് മനസ്സിലാവുമായിരുന്നു, അമ്മ പീരീഡ്സ് ആണോ, അമ്മ കിടന്നോളൂ. അതെനിക്ക് ഇഷ്ടമില്ല. ചേച്ചിക്ക് പീരീഡ്സ് ആണോ എന്ന് ചേച്ചിയുടെ മകൻ ചേച്ചിയുടെ മുഖം നോക്കിയിട്ട് കാര്യങ്ങൾ പറയാൻ അവൻ അത്രയും കഴിവുള്ളവനാണെങ്കിൽ അവൻ ഭയങ്കര കഴിവേറിയാണ്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഒന്നുകളഞ്ഞോ പൊന്തി. അയ്യോ, ഊഹിക്കുന്നുടാ പട്ടി. എടാ, തന്തയില്ലാത്തവനെ, നായിന്റെ മോനെ, പൂമോനെ, മറ്റേ മറിച്ച മോനെ എന്നൊക്കെ എനിക്ക് നിന്നെ കഴിവേറി എന്നുള്ള അടക്കം നിന്നെ വിളിക്കണമെന്ന് എനിക്കുണ്ട്. മോനെ അവനെ നമ്മൾ ഇവിടെ നിർത്തേണ്ട ആളല്ല, അവനെ കുറച്ചുകൂടെ വലിയൊരു സ്ഥലത്തേക്ക് വിടേണ്ട ആളാണ്. കാരണം സ്വന്തം ജനിപ്പിച്ച അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട്, ആ എക്സ്പ്രഷൻ നോക്കിയിട്ട് അമ്മയ്ക്ക് ആർത്തവമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള മക്കള് 5%. എന്താ പ്രായമൊന്നും കിട്ടിയില്ല? എന്ത് പ്രായം അതൊക്കെ വന്നിരിക്കുന്നു? മാതൃകാപരമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പയ്യനെ സ്വന്തം അമ്മയ്ക്ക് ആർത്തവമാണെന്ന്, അവർക്ക് മെൻസസ് ആണെന്നുള്ള പീരീഡ്സ് ആണെന്ന് അറിഞ്ഞ് അവർക്കൊരു പേഡ് വാങ്ങിച്ചു കൊടുത്തുള്ള കാര്യം വളരെ അഭിമാനത്തോടുകൂടി വേദി നിന്ന് പറയുന്ന ഒരു അമ്മ, അത് എല്ലാവരും കൈയടിക്കുന്നു. സ്ത്രീകളായിട്ട് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കുന്ന സംഭവത്തെ കണ്ടിട്ട് സ്വന്തം അമ്മയുടെ ആർത്തവം അറിയുന്ന മകൻ എന്ന് പറയുമ്പോൾ അവനെ വേറെ സ്ഥലത്തേക്കാണ് പറഞ്ഞേക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇവന്റെ ബോധ നിലവാരം എന്തായിരിക്കും? എന്റെ സ്വഭാവം അങ്ങനെ. പോയി ചത്തുടടാ. ഇവൻ മറ്റേ 1860 അതിന്റെ BC കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കേണ്ട ഒരുത്തനാണ്. അവൻ ഈ 2026 വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിനെക്കുറിച്ച് ഗുണാധികാരം പറയുന്നു. വെടിവെച്ച് കൊല്ലണം അപ്പൊ അതിനെ. അങ്ങനെയുള്ള മക്കൾക്ക് നമ്മൾ ഈ തെക്ക് വടക്ക് ഭാഗങ്ങളിലോട്ട് ഒരു പേര് വിളിക്കും. ചേച്ചി ഞാൻ പറയണില്ല, പറഞ്ഞെന്താണെന്നറിയോ? ചേച്ചിക്ക് സങ്കടവും അല്ല, കഴിവേറി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി സങ്കടമായില്ല, അവനെ വേറെ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ സങ്കടമായിട്ടില്ല, അവൻ ഇത്രയും വലിയ വർത്തമാനം പറഞ്ഞപ്പോൾ എടാ അവർക്ക് ഇത് നിന്റെ ഈ ഉമ്മാക്കി ഗോമാളിത്തരം കണ്ടവൻ അവർക്കൊന്നും ആവത്തില്ല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അഥവാ ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഇപ്പൊ ഇവന്റെ പീരീഡ്സ് ആയിട്ടുള്ള സ്ത്രീകളെ കണ്ടിട്ട് അല്ലെങ്കിൽ അവരോട് അഭിമാനത്തോട് നിൽക്കുന്ന ആ ഒരു സ്ത്രീയുടെ ഒരു അഭിമാനമാണ് ഈ പീരീഡ്സ് എന്ന് പറയുന്നത്. ആർത്തവം ഒരു അഭിമാനമാണ്. ആർത്തവം എന്നുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നോ ഇൻഫർമേഷൻ, വിവരമില്ല. പക്ഷെ ഒരാളും ചിലപ്പോൾ ഈ സാധനം മേടിച്ചോണ്ട് വരുമോ എന്ന് പോലും ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് നമ്മൾ കേട്ടിട്ടില്ല. മേടിച്ചോണ്ട് നിങ്ങൾ കമന്റ് ഇവൻ പറയുന്നത് അങ്ങനെ ആരും മേടിച്ചോണ്ട് കൊടുക്കത്തില്ല, മേടിക്കത്തുമില്ലെന്നാ. അവന്റെ തൊലിങ്ങി ഒരു മോന്തം വെച്ചോണ്ട് നിന്റെ മോത്ത് ആരും നോക്കൂടാ, പെമ്പിള്ളാരെങ്ങനെ നോക്കുവോ? ഇങ്ങനെ കിടന്ന നാശിച്ച നാറി. മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പക്ഷെ ഇങ്ങനെയുള്ള തൊഴിൽ കുട്ടികളായിട്ടുള്ള കുറെ സ്ത്രീകൾക്കും മക്കൾക്കും വേണ്ടി ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിന്റെ കുടുംബത്തെ കഥകൾ വെളിയിലോട്ട് ഇറക്കാമെങ്കിലുണ്ടല്ലോ, നിന്നെയൊക്കെ ചെരുപ്പ് ഊരി അടിക്കും ആളുകൾ.
തൊഴുത്തിൽ കുത്തികളായിട്ടുള്ള സ്ത്രീകൾ മക്കളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അപമാനിക്കുവാണെന്ന് ഇവരെന്താ പറയണ്ടേ? ഇതല്ലേ നിന്റെ മനസ്സിലിരിക്കുന്ന വൃത്തികിട്ട ദൂഷിപ്പ്? പറഞ്ഞു കേട്ടല്ലോ, ഇവൻ ഈ സ്ത്രീ ആരാണ് എന്താണെന്ന് അറിയത്തില്ല. എടാ, ഇവരെന്ന് പറയുന്നത് ഒരു ആക്ട്രസ് ആണ്. പിന്നെ നിന്നോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇന്ന് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നീ പറഞ്ഞല്ലോ, നിനക്ക് കടയിൽ പോയിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ നിനക്ക് ഒരു അറപ്പുള്ള ഒരു രീതിയിൽ നീ പറഞ്ഞില്ലേ, അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. നീ ഇങ്ങനെ ഡയലോഗ് പറയണമെങ്കിൽ തന്നെ അതിന്റെ കാരണം എന്ന് പറയുന്ന ഒരു ആർത്തവം എന്നൊരു പ്രക്രിയ തന്നെയാണ്. അത് ആദ്യം നീ മനസ്സിലാക്കി. പിന്നെ നീ ജീവിക്കുന്ന പോലെ 50-ലോ 60-ലോ കാലഘട്ടത്തിലായിരിക്കും നീ ജീവിക്കുന്നത്. ഇതുപോലത്തെയുള്ള നികൃഷ്ട ചിന്താഗതി നിന്നിൽ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലടാ, എന്ത് പറയാനാ? പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞു. പിന്നെ നീ പറയുന്നത് നിന്റെ വീട്ടിൽ 4-5 പെണ്ണുങ്ങളുണ്ട്, ഇതുവരെയായിട്ട് നീ ഒരു സഹായം ചെയ്തു കൊടുത്തില്ലെന്ന്. നീ എന്നൊരു കാര്യം ഓർത്തു. എടാ, നിന്നെ പോലെയുള്ള ഒരു മകനെ കിട്ടിയതും അഥവാ നീ ഒരു അച്ഛനായാലും നീ ഒരു ഭർത്താവായാലും അവരായിരിക്കും, അതായത് ആ വീട്ടിലെ സ്ത്രീകളായിരിക്കും ഏറ്റവും ഭാഗ്യം കിട്ടിയ സ്ത്രീകൾ എന്ന് പറയുന്നത്. നീയൊക്കെയാണ് ഈ ആണുങ്ങൾക്കിടയിലുള്ള തൊഴുത്തിൽ കുത്തികളെന്ന് നീ കുറെ പദപ്രയോഗം നടത്തില്ലേ? ഇതെല്ലാം നീ കണ്ണാടി നോക്കി നീ അങ്ങ് പറഞ്ഞാൽ മതി. നിന്നെ പോലുള്ള പരമച്ചറ്റകളും നാറുകളും ഇങ്ങനെ എഴുതിയിടുമ്പോഴാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.